ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുന്ന ചിത്രങ്ങളും ശബ്ദ സന്ദേശവും ഭർത്താവിന് വാട്സാപ്പിലൂടെ അയച്ചുകൊടുത്ത് യുവതി ജീവനൊടുക്കി. കൊല്ലം ചിതറ സ്വദേശി ശ്രീവിദ്യയാണ് തൂങ്ങി മരിച്ചത്. കുടുംബ പ്രശ്നങ്ങളാണ് ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നാണ് പ്രാഥമിക വിവരം. മൂന്ന് വർഷം മുമ്പാണ് ചിതറ കാരിച്ചിറ സ്വദേശി ജിതിനുമായി ശ്രീവിദ്യയുടെ വിവാഹം നടന്നത്. മരിക്കാൻ പോവുകയാണെന്ന് അറിയിച്ച് ഭർത്താവായ ജിതിന് ശ്രീവിദ്യ വാട്സപ്പ് സന്ദേശങ്ങൾ അയച്ചു. ജിതിൻ ഫോൺ വിളിച്ചിട്ട് ശ്രീവിദ്യ എടുത്തില്ല. പിന്നാലെ ആത്മഹത്യാ ശ്രമത്തിന്റെ ചിത്രങ്ങളും അയച്ചു കൊടുത്തു. ജിതിൻ വീട്ടിലെത്തിയപ്പോഴേക്കും ശ്രീവിദ്യ തൂങ്ങി മരിച്ചിരുന്നു. ശ്രീവിദ്യ നേരത്തെയും ആത്മഹത്യാ ശ്രമം നടത്തിയിട്ടുണ്ടെന്നാണ് ജിതിന്റെ മൊഴി. ശ്രീവിദ്യയുടെയും ജിതിന്റെയും മൊബൈൽ ഫോൺ പോലീസ് കസ്റ്റഡിയിലെടുത്തു. വിളിച്ചു പറഞ്ഞതുപോലെ എന്നെ രക്ഷിക്കണം, അല്ലെങ്കിൽ ഞാനിപ്പോൾ തീരും എന്നൊക്കെ വിളിച്ചു പറഞ്ഞ് അവിടെ ഭയങ്കര അടിയാണ്. കൊച്ചിനെ ഈ ആസ്പെറ്റാസ് എടുത്ത് തലയ്ക്കടിച്ച്, എന്നിട്ട് അവിടെ അത്രയും പേരുണ്ടായിട്ട് ആ കൊച്ചിനെ ഒന്ന് പിടിച്ചു മാറ്റുക പോലും ചെയ്തില്ല. ആ റബ്ബർ തോട്ടം മൊത്തം ഇട്ട് വലിച്ചടിക്കുന്ന സ്ഥലമൊക്കെ നമുക്ക് കാണിച്ചു തന്നായിരുന്നു. ഭർത്താവ് നിരന്തരം ഉപദ്രവിച്ചിരുന്നുവെന്നാണ് ബന്ധുക്കളുടെ മൊഴി. നല്ല രീതിയിൽ പെണ്ണദേവോത്തരങ്ങൾ ചെയ്തിട്ടുണ്ട്. എന്റെ തെളിവ് കണ്ടെടുത്ത് ഇനി ഒരു കുടുംബം ഇങ്ങനെ ആവരുത്. സംശയമുള്ളത് എന്താണെന്ന് വെച്ചാൽ കണ്ടുപിടിച്ചേ പറ്റുള്ളൂ. സ്വയം ചെയ്തതാണോ, ഒരു പൊടി മാലവനങ്ങൾ ഞങ്ങൾ സ്വയം ചെയ്തതാണോ എന്നൊന്നും അറിയത്തില്ല. എന്തായാലും അത് അറിയണം. ഇവർക്ക് 2 വയസ്സുള്ള കുഞ്ഞുണ്ട്. 24 കൊല്ലം.